ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മൺഡേ, ഇന്ന് ജോലിയുണ്ട് എനിക്ക്, പക്ഷെ ഞാൻ പോയില്ല. ഇന്നലെ മുതൽ കുറച്ച് ദേഹാസ്വസ്ഥതകൾ കാരണം ഞാൻ പോയില്ല. ഒന്ന്, ഇവിടുത്തെ സീസൺ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ബോഡി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും, ശാരീരികമായും മാനസികമായിട്ടും. ഇപ്പോൾ ഇവിടെ ഞങ്ങളിങ്ങനെ വിൻ്ററിൽ നിന്ന് ഇങ്ങനെ സ്പ്രിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗ്രോസറിക്ക് വേണ്ടി കടയിൽ പോയപ്പോൾ തന്നെ, കടയിലകത്ത് ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വീർക്കുന്നു, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നു, മൂക്കൊലിപ്പുണ്ടാവുന്നു, ചെറിയ തൊണ്ടയിൽ കിച്ചിക്കിച്ചൊക്കെ ഉണ്ടാവുന്നു. അതിന് ഈ സായിപ്പന്മാർ വിളിക്കുന്ന പേരാണ് പോളൻ അലർജി. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ ഇന്നലെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ മുതൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ മുതൽ എൻ്റെ ബോഡി കുറച്ച് സൈൻസൊക്കെ കാണിച്ചു തുടങ്ങി. എനിക്ക് അങ്ങനെ പൊതുവെ ക്രാംസോ അങ്ങനെയൊന്നും വരാറില്ല. ബട്ട് ലാസ്റ്റ് 2 times ആയിട്ട് എനിക്ക് ചെറിയൊരു ബാക്ക് പെയിനും ഒരു ലെഗ് ക്രാംസൊക്കെ ഉണ്ട്. ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ ഒരു എനിക്കൊരു ക്രാംസൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നലെ മൊത്തം കിടപ്പായിരുന്നു. ഞാൻ ഈ കോച്ചിൽ കിടക്കണം. രാഹുൽ തന്നെയായിരുന്നു ലഞ്ചും സപ്പറും ഒക്കെ ഉണ്ടാക്കിയത്. ഇന്നലെ ഞാൻ വിചാരിച്ചു ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മാറുന്നു, പക്ഷേ അപ്പോഴും ഒട്ടും ശരിയായില്ല. അപ്പം ഞാൻ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വരാൻ പറ്റും തോന്നുന്നില്ല, ഐ എം നോട്ട് ഫീലിംഗ് ദ ഗ്രേറ്റസ്റ്റ്. സോ അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇന്ന് ഞാൻ ഓഫ് എടുത്തു. ഇന്നലെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്താണ്. ഇന്നലെ ഇങ്ങനെയുള്ള ഓഫ് ഒരു ദിവസം കിട്ടുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഫിലിം ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി, ഒന്നും പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഓഫാണ്. എനിക്കിങ്ങനെ ഓഫ് ഇട്ടിട്ട് വെറുതെ ഇരുന്ന് കളയുമ്പോൾ ഒരു ഗിൽട്ട് ഫീൽ ഉണ്ടാകും. സോ ഐ തോട്ട് ഐ ജസ്റ്റ് ഫിലിം ദിസ്. യൂട്യൂബിന് വേണ്ടി നമുക്ക് വ്ളോഗ് എടുക്കാം. അറ്റ് ദ സെയിം ടൈം ഐ എം ഗോയിങ് ടു ഷൂട്ട് ഫോർ മൈ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ആസ് വെൽ. സോ ഇന്നത്തെ വീഡിയോ ഇസ് എസ്പെഷ്യലി ഫോർ മെൻസ്ട്രൽ കെയർ ആൻഡ് മൈ പാമ്പറിങ് റുട്ടീൻ. ആദ്യം ഇന്നത്തെ എൻ്റെ ദിവസം തുടങ്ങുന്നത് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ വയറൊരു ചെറിയ ബ്ലോട്ടിംഗ് ഉണ്ട്. അത് പതിവാണ് എനിക്ക്. പീരീഡ്സ് ആവുന്നതിന് മുമ്പ് വയറ് കുറച്ചിങ്ങനെ വീർത്തിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ അവോയ്ഡ് ചെയ്യും. പിന്നെ മെഡിസിൻ ഈസ് ജിഞ്ചർ. ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു ജിഞ്ചർ ടീ ഉണ്ടാക്കി കുടിക്കാൻ പോവുകയാണ്, വേറെ ഒന്നുമില്ല. അതുകൂടാതെ എനിക്കിന്ന് മീൽ പ്രപ്പ് ചെയ്യണം. മീൽ പ്രപ്പ് ചെയ്യുന്നത് ഞാൻ എസ്പെഷ്യലി ഐ എം ഫോക്കസിങ് ഫോർ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ മെൻസ്ട്രൽ കെയറും പാമ്പറിങ് റൂട്ടീനുമാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഗോയിങ് ടു ഡ്രിങ്ക് മൈ ജിഞ്ചർ ടീ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കാമായിട്ട് ഇങ്ങനെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈ മോസ്റ്റ് ഫേവറേറ്റ് ടൈം ഓഫ് ദ ഡേ എന്ന് പറഞ്ഞ മോർണിംഗ് ആണ്. ഐ എം എ വെരി മോർണിംഗ് പേഴ്സൺ. ഇന്ന് രാഹുൽ എഴുന്നേറ്റ് രാഹുലിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി. പിന്നെ ഞാൻ അതിന് ശേഷം കിടന്നു. എപ്പോഴും എനിക്ക് അങ്ങനെ ഉറങ്ങാറില്ല. രാവിലെ എഴുന്നേറ്റതാണ്, പിന്നെ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. പക്ഷെ ഞാൻ കിടന്നിട്ട് പിന്നെ ഇന്ന് എഴുന്നേറ്റതാണ്. എൻ്റെ ഒരു ലോങ് ടേം മാനിഫെസ്റ്റേഷനിലുള്ള ഒരു കാര്യമാണ് ഒരു സ്ലോ മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് ജോലിക്കൊന്നും പോകേണ്ട ഒരു റഷൊന്നും ഇല്ലാതെ ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് നടക്കാനൊക്കെ പോയി ഇങ്ങനെ കാമായിട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. ഐ ട്രൈ ടു റിഡ്യൂസ് മൈ സ്ക്രീൻ ടൈം. അങ്ങനെ ഞാൻ ഉപയോഗിക്കാറില്ല. അത് ഒരു ഇൻറ്റൻഷനലി കൊണ്ടുവന്നൊരു സ്വഭാവമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കണ്ടൻറ് ക്രിയേഷൻ്റെ കാരണവും പറഞ്ഞ് ഫോണിൽ കുറച്ച് നോണ്ടിയിരിക്കുന്നത് ഇപ്പോൾ പതിവാണ്. സോ അതൊക്കെ കാരണം ഇപ്പം അങ്ങനെയൊന്നും ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല. അതുകൂടാതെ ഇപ്പോൾ രാവിലെയൊക്കെ ചായ എഴുന്നേറ്റ് കുടിക്കുന്നതിൻ്റെ അതേ കൂട്ടത്തിലൊരു പതിവ് കിട്ടിയിട്ടുണ്ട് എനിക്കിപ്പോൾ റസ്ക്. കഴിഞ്ഞ ദിവസം വാൾമാർട്ടിൽ പോയപ്പോൾ റസ്ക് വാങ്ങിക്കാൻ കിട്ടി. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് റസ്ക് കഴിക്കാനിപ്പോൾ ഭയങ്കര കൊതിയാണ്. എല്ലാ ദിവസവും പതിവ് പോലെ വീട്ടിലൊക്കെ വിളിച്ച് സംസാരിക്കും. പക്ഷേ എൻ്റെ തിരക്കും ഒഴിവുകളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും വീട്ടിലേക്കുള്ള വിളിയൊക്കെ ഉണ്ടാവുക. ഇന്ന് പിന്നെ കാര്യമായിട്ട് വീട്ടിൽ വിളിച്ചൊക്കെ കത്തി വയ്ക്കുകയാണ്. എനിക്ക് കിട്ടിയ കുറേ കമൻസിലൊന്നാണ് അശ്വിനി ഹാവ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. സോ ഷീ ഈസ് ദ റീസൺ, ഷീ ഈസ് മൈ മാമി.
and she wear a beautiful smile all the time. I carry a part of her. സോ ഇതാണ് എൻ്റെ മമ്മി. അമ്മയാണെങ്കിൽ നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ പോയിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഈ വിശേഷത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് നേരത്തെ എൻ്റെ റെസ്റ്റിന് ശേഷം ഞാൻ പതുക്കെ എൻ്റെ പരിപാടികളിലേക്കൊക്കെ കടന്നു. മീൽ പ്രിപ്പ് ചെയ്യണം, പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ഡിന്നറും സെറ്റ് ചെയ്യണം. ഇന്നലെയാണ് രാഹുലാണ് ഇന്നലെ മൊത്തം കിച്ചണൊക്കെ കൈകാര്യം ചെയ്തത്. എല്ലാം വാഷും ക്ലീനും ഒക്കെ ചെയ്തിട്ട് പോയി. പക്ഷേ ബാക്കിയുള്ള കഴുകി വെച്ച ഡിഷസൊക്കെ ഞാൻ എടുത്തെടുത്ത സ്ഥലത്ത് വെക്കുകയാണ്. എനിക്ക് പൊതുവെ കിച്ചണൊക്കെ ഭയങ്കര ക്ലീനാക്കി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതൊക്കെ മിക്കപ്പോഴും രാത്രി തന്നെ ആ പരിപാടികളൊക്കെ ചെയ്ത് വെക്കും. രാവിലെ എഴുന്നേറ്റും ഈ മെസ്സി കിച്ചൺ എനിക്ക് കാണുന്നത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. സോ എന്ത് പണിയുണ്ടെങ്കിലും അതൊക്കെ രാത്രി എപ്പോഴും ചെയ്ത് വെക്കാറാണ് പതിവ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ബെഡ് മേക്കിങ്ങും ഒക്കെ. എനിക്ക് രാവിലെ തന്നെ അപ്പം ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ പോയി കിടക്കാൻ പോകുമ്പോൾ ബെഡ് വൃത്തിയായിരിക്കണം. ഞാൻ എന്തായാലും ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ രാഹുൽ ഉണ്ടാക്കിയ ബിരിയാണിയാണ്, പറയാനില്ല, അടിപൊളി. ചിക്കൻ ഫ്രൈ ചെയ്ത് പിന്നെ ചിക്കൻ ഗ്രേവി ആക്കി പിന്നെ റൈസ് വേറെ സെപ്പറേറ്റ് കുക്ക് ചെയ്ത് രണ്ടും കൂടെ വെച്ച് ദമ്മൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് ഈ ബിരിയാണി. തലേ ദിവസം വെച്ച ബിരിയാണി അടുത്ത ദിവസം എടുക്കുമ്പോൾ കുറച്ചുകൂടെ അതിനകത്ത് ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പം സോ ഗുഡ്. ഞാനാണെങ്കിൽ മിക്കപ്പോഴും ബിരിയാണിയൊക്കെ കുക്കറിലാണ് വെക്കാറ് കേട്ടോ. കുക്കറിലുള്ള കുക്കിംഗ് ഐ ഫൈൻഡ് ദാറ്റ് വെരി ഈസി. എന്താണെങ്കിലും സാമ്പാറാണെങ്കിലും ഏത് മീറ്റാണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ഒക്കെ ഞാൻ കുക്കറിനെ ആശ്രയിക്കാറുണ്ട്. എളുപ്പമാവുകയും ചെയ്യും. അതിന് പ്രത്യേകിച്ച് മീറ്റൊക്കെ കുക്കറിൽ വയ്ക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നന്നായി വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട്. അതുപോലെ ഞാൻ വെക്കുന്ന ബിരിയാണി നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന ഒരു റാവുത്തർ ബിരിയാണി എന്ന് പറയും. അപ്പോൾ ഞാനും ബിരിയാണി വയ്ക്കുന്നതും കുക്കറിൽ തന്നെയാണ്. എൻ്റെ വീട്ടിലെ അമ്മയാണെങ്കിൽ കുക്കറിൽ ബിരിയാണി വെക്കാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെയും രാഹുലിൻ്റെയും ഒക്കെ ഫേവറേറ്റ് ഡിഷ് ബിരിയാണിയാണ് കേട്ടോ. അത് വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടം എന്ന് പറയാൻ പിന്നെ അപ്പം, സ്റ്റൂ, പുട്ട് ഒക്കെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇതൊന്നും എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ആസ്വദിച്ച് കഴിക്കാറുണ്ട്. ഞാൻ പതുക്കെ എൻ്റെ കുക്കിംഗ് പരിപാടികളിലേക്ക് കടന്നു. ഇതിപ്പോൾ ഞാൻ ചെയ്തത് ഹാഷ് ബ്രൗൺ ബേക്ക് ചെയ്യാൻ വയ്ക്കുമായിരുന്നു. നമുക്കിത് ഇവിടെ ഫ്രോസൺ ആയിട്ടാണ് കിട്ടാറ്. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യും. എന്നിട്ട് ഓരോ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ മൈക്രോവേവ് ചെയ്ത് ഉപയോഗിക്കുകയാണ് പതിവ്. എപ്പോഴും രാഹുൽ നേരത്തെ പോകുന്നതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം രാവിലെ ഈസി ആയിട്ട് ഏതെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ഐ ഫൈൻഡ് ദിസ് റിയലി ഹെൽപ്ഫുൾ. ഇപ്പം ഹാഷ് ബ്രൗൺ ആണെങ്കിലും ബേക്കൺ ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ആദ്യം തന്നെ ഞാൻ കുക്ക് ചെയ്ത് വെക്കും. പിന്നെ ആ സമയത്ത് മൈക്രോവേവ് ചെയ്യുക മാത്രമാണ് ചെയ്യാറ്. ഇവിടെ ഞാനിങ്ങനെ മൾട്ടി ടാസ്കിങ്ങാണ് കേട്ടോ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടിയിട്ടുള്ള റീൽസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാണ്. ആ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. കാരണം ഞാൻ ഈ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഒരു സമയമാകും. ഇത് ഓൾറെഡി അടുത്ത ദിവസം ലൈവ് പോയിട്ടുണ്ടാവും എന്തായാലും. എൻ്റെ കോവർക്കർക്ക് ഒരു ഗ്രാൻഡ് ചൈൽഡ് ഉണ്ടായി. സോ ലെറ്റ് മീ ജസ്റ്റ് സീ ദാറ്റ് പിക്ചർ. ഓ മൈ ഗുഡ്നസ്. സീസർ സാലഡിനുള്ള ലെറ്റ്യൂസായി. ഇത് ചപ്പാത്തിക്കുള്ള ഡവ്. ഇതിനിടയിൽ രാഹുൽ കഴിക്കാൻ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക്. എല്ലായ്പ്പോഴും അങ്ങനെ വരാറൊന്നുമില്ല. ചില ദിവസങ്ങൾ ഫ്രീ ആകുമ്പോൾ ഇടയിൽ വന്നിട്ട് പോകും. അതുപോലെ തന്നെയാണ് ഞാനും. വീട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് എനിക്ക് വർക്ക് സ്പേസ്. മിക്കപ്പോഴും ഞാൻ വൈകിട്ടൊക്കെ ആണെങ്കിൽ വന്ന് കഴിച്ചിട്ട് പോകാറാണ് പതിവ്.
പതുക്കെ ഞാൻ എൻ്റെ പരിപാടിയിലേക്കൊക്കെ കിടന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ഒരു സമയമായി. അപ്പോൾ ആദ്യം എനിക്ക് ഒന്ന് കുളിക്കണം, നാളെ എന്തായാലും ജോലിയുണ്ട്. 3 പ്രോഡക്ട്സും മാർക്കറ്റിലുണ്ടെങ്കിലും ഞാൻ ഈ 3 ഉപയോഗിക്കാറില്ല. സാനിറ്ററി പാഡ്സും ടാമ്പോൺസും ഒന്നും യൂസ് ചെയ്യാറില്ല. ഐ യൂസ് മെൻസ്ട്രുവൽ കപ്പ്. ആദ്യത്തെ വട്ടമൊക്കെ ഉപയോഗിക്കുന്ന ഒരു പേടിയുണ്ടായിരുന്നില്ല, പക്ഷേ ഒരു തവണ ഉപയോഗിച്ച് നോക്കിയപ്പോൾ നമുക്ക് അത്രയും ഡിഫറൻസ് മനസ്സിലാകാൻ പറ്റി. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു മടക്കുമ്പോൾ ഒക്കെ ഉണ്ടായിട്ടില്ല. So I'm using this menstrual cup since 2019. So it's been 6 years. I'm using the same cup, same size, ഒരു ചേഞ്ചും ഇല്ല. ആൻഡ് ഇതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ധാരാളം ഇൻ്റർനെറ്റിൽ അറിയാം. ഓരോ വട്ടവും ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 2 minutes ഒന്ന് ബോയിലിംഗ് വാട്ടറിൽ വെച്ചിട്ടൊന്ന് ഡിസിൻഫെക്റ്റ് ചെയ്യും. ആൻഡ് ഉപയോഗത്തിന് ശേഷം അതുപോലെ ഒന്ന് ഹോട്ട് വാട്ടറിലൊന്ന് തിളപ്പിച്ചെടുക്കും. അതുകൂടാതെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡാണ്. മാർക്കറ്റിൽ മെൻസ്ട്രുവൽ കപ്പ് വാഷ് എന്ന് പറഞ്ഞിട്ട് പല സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും. ബട്ട് ഐ എം യൂസിങ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് വിനാഗിരി, അസറ്റിക് ആസിഡിൻ്റെയും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെയും ഒരു മിശ്രിതം ഞാൻ എപ്പോഴും ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കും. ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ കുറേ നാളായി. അപ്പോൾ ഓരോ വട്ടവും ഉപയോഗിച്ചതിന് ശേഷം ചുടുവെള്ളത്തിലിട്ടൊന്ന് ഡിസിൻഫെക്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ടിന്നിൽ ഒരു ദിവസമോ ചിലപ്പോൾ എടുക്കാൻ മാർക്കുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ദിവസം അതിനകത്ത് ഇരിക്കുമായിരിക്കും, മേ ബി ഇതിനകത്തിരിക്കും. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഉണ്ട് ഉപയോഗം ഒന്ന് ഡിസിൻഫെക്റ്റിങ്. ബട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് അതിനകത്തുള്ള സ്റ്റെയിൻസ് ഒക്കെ മാറ്റും. സോ ഇപ്പോൾ ഈ കളറ് തന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഇതിപ്പോൾ 6 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കളറിൽ പോലും ഒരു ചേഞ്ച് വന്നിട്ടില്ല. സോ ഐ എം യൂസിങ് ദിസ് പ്രോഡക്റ്റ് throughout all these years. സോ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെയും വിനാഗിരിയുടെയും സൊല്യൂഷനിലാണ് ഞാൻ ഇത് ഇട്ട് വയ്ക്കാറ്. സോ ഇതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഞാനൊരു കണ്ടെയ്നർ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് മൈക്രോവേവ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും വേറൊരു കണ്ടെയ്നർ മാറ്റി വെച്ചിട്ടുണ്ട്. സോ അതാണ് എൻ്റെ മെൻസ്ട്രുവൽ പ്രോഡക്റ്റ്. അതുപോലെ തന്നെ ഓരോ വട്ടവും പീരീഡ്സിന് മുമ്പായിട്ട് ഞാൻ ഫിലിപ്സിൻ്റെ ഈ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ വട്ടവും പീരീഡ്സിന് മുമ്പായിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിലിപ്സിൻ്റെ ഈ പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് റിയലി എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 years ആയെന്ന് തോന്നും. സ്റ്റിൽ ഐ എം യൂസിങ് ഇറ്റ്. ഇറ്റ്സ് എ നൈസ് പ്രോഡക്റ്റ്. ഇതിലെനിക്ക് ബാറ്ററി പോലും മാറ്റേണ്ട വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, സോ ദാറ്റ് വൺ. അതുപോലെ ബാക്കിയുള്ള ബോഡി ഹെയറൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വാക്സിങ് പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. സോ ഇതും ഉപയോഗിക്കാൻ തുടങ്ങി കുറേ ആയി. ഈ കാട്രിഡ്ജ് മാത്രം പുതിയത് വാങ്ങിക്കും. ഇത് ആമസോണിൽ തന്നെ വാങ്ങിച്ചതാണ്. സോ ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഹോട്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇത് നല്ല ചൂടാണ്. ഇതുണ്ടല്ലേ, ഇങ്ങനെ നല്ല ചൂടാണ്. ആൻഡ് ദിസ് ഇസ് സോ ലൈറ്റ് വെയ്റ്റ്. അതുകൊണ്ട് ഭയങ്കര സ്മൂത്താണ് ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ റേസേഴ്സ് യൂസ് ചെയ്യാറില്ല. സോ ദിസ് ഇസ് വൺ ഓഫ് മൈ അനദർ പർച്ചേസ് ഫോർ മൈ ഹൈജീൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ ദിസ് ഇസ് റിയലി നൈസ്. എല്ലാ ആഴ്ചയും ഒരു സ്കിൻ കെയർ ഡീറ്റെയിൽ ഷവർ റൂട്ടീൻ ഉണ്ട് എനിക്ക്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാച്ചി എണ്ണയൊക്കെ കഴിഞ്ഞ് അപ്പോൾ പിന്നെ എനിക്ക് സ്വന്തമായിട്ട് കാച്ചേണ്ട വന്നു. ദിസ് ഇസ് റോസ്മേരി ഹെയർ ഓയിൽ. ഇതിൻ്റെ വീഡിയോ ഞാൻ എവിടെയോ ഷോർട്സിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആൻഡ് എല്ലാ ആഴ്ചയും ഞാനൊരു ഫേസ് മാസ്ക് ഇടും. വെരി ബേസിക്, അടുക്കളയിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഇടും. പീരീഡ്സൊക്കെ വളരെ സ്മൂത്താണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കങ്ങനെ മെൻസ്ട്രുവൽ ക്രാംസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു അൺകംഫർട്ടബിളായി തോന്നും. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇന്ന് എനിക്കിപ്പോൾ ഒരു സൈൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, ഒരു അൺകംഫർട്ടബിളായി ടയേർഡായിട്ടൊക്കെ. സോ ആ രീതിയിലൊക്കെ ഉള്ളതേ ഉണ്ടാവാറുള്ളൂ. അതുപോലെ മൂഡ് സ്വിങ്സ് ഒക്കെ എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളൂ. എനിക്കങ്ങനെ ഇങ്ങനെ പീരിയോഡിക് മൂഡ് സ്വിങ്സ് ഒന്നും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ
എനിക്ക് പീരീഡ്സ് ആയെന്ന് എൻ്റെ കൂടെ താമസിക്കുന്നവർക്ക് പോലും കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവുള്ളൂ. ഈവൻ വെൻ ഐ ലിവ്ഡ് വിത്ത് മൈ ഫാമിലി ഓർ എനി ഹോസ്റ്റൽ മേറ്റ്സ് ഇപ്പോഴാണെങ്കിലും. സോ അങ്ങനെയാണ്, വളരെ ഇങ്ങനെ വന്നു പോവും, അത്രേ ഉള്ളൂ. വെൻ ഐ മൂവ് ടു കാനഡ, ഞാൻ വന്നത് ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കായിട്ടാണ്. അപ്പോഴത്തേക്കും സമ്മർ കഴിഞ്ഞ് ഇവിടെ വിൻ്ററിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോൾ കഴിഞ്ഞ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആദ്യത്തെ 2 മാസം എനിക്ക് പീരീഡ്സ് ആയില്ല. സെക്കൻഡ് ഇയറും അതുപോലെ തന്നെ സംഭവിച്ചു. 2ാമത്തെ വർഷം എനിക്ക് പീരീഡ്സ് ഉണ്ടായില്ല. ആ സമയത്ത് ഭയങ്കര പേടിച്ചിരുന്നെങ്കിലും കുറേ പേര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പീരീഡ്സ് വിൻ്റർ ആവുന്ന സമയത്ത് ബുദ്ധിമുട്ടാവാറുണ്ടെന്ന്. പിന്നെ ഇവിടെ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഡോക്ടറൊന്നും കാണാൻ പോകാൻ പറ്റില്ലല്ലോ. ഒരു 2 മാസത്തിന് ശേഷം ഞാനിങ്ങനെ ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിച്ചതിൻ്റെ 2 ദിവസം കഴിഞ്ഞതും എനിക്ക് വീണ്ടും പീരീഡ്സ് ആയി തുടങ്ങി. ഇത് ഞാൻ ഒരു 10 മിനിറ്റ് ഇട്ടിരിക്കും. അതിനിടയിൽ ഞാൻ ഓടിപ്പോയി വാക്സൊക്കെ ചെയ്തിട്ട്. ഞാൻ ഫുൾ ബോഡി വാക്സ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അണ്ടർ ആംസ്. ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ടും ഇങ്ങനെ പല ലെയറൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ടും ലെയറൊക്കെ ചെയ്ത് പുറത്തിരിക്കുന്നതുകൊണ്ടും നമുക്ക് ഫുൾ ബോഡി വാക്സ് ചെയ്യേണ്ട ശരിക്കും ആവശ്യമില്ല. സമ്മറാണെങ്കിൽ ഓഫ് കോഴ്സ്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ എല്ലാ ഫുൾ ബോഡിയിലും ഉപയോഗിക്കുന്നത്. ആൻഡ് ദിസ് പ്രോഡക്റ്റ് ഈസ് പ്രിറ്റി മച്ച് വർക്കിംഗ് ഫോർ മീ. സോ ഞാൻ വേറൊരു ഓപ്ഷനെ കുറിച്ച് നോക്കിയിട്ടൊന്നുമില്ല. എൻ്റെ ബാത്ത് റൂട്ടിങ്ങിലെ പ്രോഡക്ട്സും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. സോ ഷാംപൂ ആൻഡ് കണ്ടീഷണർ, ഐ എം യൂസിങ് ദ വെരി ബേസിക് പ്രോഡക്റ്റ്. ഇങ്ങനെ ലോറിയലിൻ്റെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ കാരണം ഇറ്റ്സ് സൾഫേറ്റ് ഫ്രീ, അതുകൊണ്ട് മാത്രമാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. സോ ദിസ് ഇസ് ദാറ്റ്. ബോഡി വാഷായിട്ട് ഉപയോഗിക്കുന്ന അവീനോടെ എക്സ്ട്രാ മോയ്സ്ചറൈസിങ് സ്ട്രെസ് റിലീഫ് പ്രോഡക്റ്റാണ്. ഇറ്റ്സ് വെരി സ്മെൽസ് റിയലി ഗുഡ്. ഇറ്റ് സ്മെൽസ് ലാവൻഡർ. ഇതിൻ്റെ വേറെ ഫ്ലേവർ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ നോക്കി ലാവൻഡർ തന്നെയാണ് വാങ്ങിച്ചത്. സോ ഇറ്റ്സ് ദാറ്റ്. ഹെയർ മാസ്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഷിയ മോയ്സ്ചറുടെ ഇൻറ്റൻസോ ഹൈഡ്രേഷൻ ഹെയർ മാസ്ക് ആണ്. ഇറ്റ് കംസ് വിത്ത് കോക്കനട്ട് ഫ്ലേവർ. ഇതിന് നല്ല മണമാണ്. ബോബ ഓയിലൊക്കെ ഭയങ്കര എക്സ്ട്രാ ഹൈഡ്രേഷൻ ഉള്ളതാണ്. തലയിൽ തേക്കുമ്പം തന്നെ നമുക്ക് വ്യത്യാസം അറിയും. സോ ഐ എം യൂസിങ് ദിസ് വൺ കറൻ്റ്ലി. അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഷിയ മോയ്സ്ചറിൻ്റെ ഇലിമിനേറ്റിംഗ് ഹാൻഡ് ആൻഡ് ബോഡി സ്ക്രബാണ് ബോഡി സ്ക്രബിനായിട്ട് ഉപയോഗിക്കുന്നത്. ബോഡി സ്ക്രബ് ഞാൻ വൺസ് ഇൻ എ വീക്കൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഹെയർ മാസ്കും വൺസ് ഇൻ എ വീക്ക് ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ ഇങ്ങനെ ഒരു ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കീറ്റോകോണസോൾ അടങ്ങിയിട്ടുള്ളൊരു ഷാമ്പൂ കയ്യിൽ വെച്ചിട്ടുണ്ട്. എപ്പോഴും ഉപയോഗിക്കില്ല, എപ്പോഴെങ്കിലും ഇങ്ങനെ മുടിയിൽ സ്കാൽപ്പിൽ ഡേർട്ട് ബിൽഡ് ചെയ്തു എന്ന് തോന്നുന്ന സമയത്ത്, ഡ്രൈ സ്കാൽപ്പ് വരുന്ന സമയത്ത് ഉപയോഗിക്കാറുണ്ട്. എനിക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നമില്ല, ബട്ട് ഐ എം സ്റ്റിൽ യൂസിങ് ഇറ്റ് വൺസ് ഇൻ 2 വീക്സ് മേ ബി. ഒരു ചെറിയ ഡ്രോപ്പ് ഇട്ടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ആഫ്റ്റർ ഷാമ്പൂയിങ് ഞാൻ ഇത് വീണ്ടും ഒന്ന് ഡബിൾ ക്ലെൻസ് എന്നുള്ള പോലെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഇഫ് ഐ എം ഡൂയിങ് എ ബാത്ത്, സോ ഞാൻ ഇവരുടെ എപ്സം സാൾട്ടും ഒരു ബാത്ത് ബോംബും ആണ് യൂസ് ചെയ്യാറ്. പിന്നെ കയ്യിലുള്ള വല്ല റോസ് പെറ്റൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇടും. സോ ഫേസ് ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പ്രോഡക്റ്റ് യൂസ് ചെയ്യും. സെറ്റഫിലിൻ്റെ വളരെ ബേസിക് ജെൻറ്റിൽ സ്കിൻ ക്ലെൻസർ. സോ ദിസ് വൺ ആൻഡ് വൺസ് ഇൻ ട്വൈസ് എ വീക്ക് ഇവരുടെ തന്നെ സ്ക്രബ് ഉപയോഗിക്കും. സോ ദാറ്റ്. പിന്നെ എൻ്റെ ബേസിക് നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനാണ്. ഞാനിപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 1 വർഷത്തിലധികമായി. എനിക്ക് പ്രത്യേകിച്ച് ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ അറിയുന്നില്ല. എൻ്റെ മെയിൻ ഗോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈവൻ സ്കിൻ ടോൺ കിട്ടണമെന്നാണ്. കുറച്ച് ദിവസം നെറ്റിയിൽ ഇങ്ങനെ ഒരു പിമ്പിൾ വന്നിട്ട് അതിനൊരു പിമ്പിൾ പാച്ച് ഇട്ടിരിക്കുകയായിരുന്നു. I just did my basic night time skin care routine. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഐ വിൽ സീ യു ഗൈസ് ഇൻ മൈ കമൻറ്റ് ബോക്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.